റിപ്പോർട്ട് ബിഗ് ഇമ്പാക്റ്റിലേക്കാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. KCBയിലെ നിയമന നിരോധനം നീങ്ങുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, ജൂനിയർ അസിസ്റ്റന്റ് എന്നിവരടക്കം 652 ഒഴിവുകളിലേക്ക് ഉടൻ റിപ്പോർട്ട് ചെയ്യും. ആകെയുള്ള 30,321 ജീവനക്കാർ മാത്രമേ പാടുള്ളൂ എന്ന് തീരുമാനമായി. പുനഃസംഘടനയുടെ പേരിൽ 3 വർഷത്തിലേറെയായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. KCBയിലെ നിയമന നിരോധനം റിപ്പോർട്ടറാണ് തുടർ വാർത്തകളിലൂടെ പുറത്തു കൊണ്ടുവന്നത്. TV പ്രസാദാണ് ഈ വാർത്ത പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, നമ്മൾ തുടർ വാർത്തകളായി നൽകുകയായിരുന്നു KCBയിലെ അപ്രഖ്യാപിത നിയമന നിരോധനം. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നമ്മളെ സമീപിച്ചു, നിരന്തരം മെസ്സേജുകൾ അയച്ചു, നിരന്തരം അവരുടെ ആശങ്കകൾ നമ്മൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ചു. ഇപ്പോൾ അതിനെ തുടർന്നാണോ ഈ കൂട്ട നിയമന നിരോധനം മാറുന്നതും 600-ലേറെ പേർക്ക് തൊഴിലവസരം ഒരുങ്ങുന്നതും? TV പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് KCBയിൽ നിയമന നിരോധനമുണ്ട് എന്ന വാർത്ത തെളിവുകൾ സഹിതം രേഖകൾ സഹിതം റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. അതായത് ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന KCBയുടെ തീരുമാനമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. അതിന്റെ ഭാഗമായി KCB അതുപോലെ വകുപ്പ് മന്ത്രി ഇവർ രണ്ടുപേരും അവരുടെ ഫേസ്ബുക്ക് പേജിൽ റിപ്പോർട്ടറിന്റെ വാർത്ത അത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിരുന്നു. പക്ഷേ കണക്കുകൾ ഈ പറയുന്ന മന്ത്രിക്കും അതുപോലെ KCBക്കും എതിരായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പിന്നോട്ട് പോയില്ല, ഒന്നിനു പിറകെ ഒന്നായി ഈ വാർത്തകൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ എത്തിക്കുകയായിരുന്നു. അതായത് പുനഃസംഘടനയുടെ പേരിൽ 2021 ശേഷം KCB ഒരൊറ്റ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇത് പൊതുജനങ്ങളെ ബാധിക്കുന്നത് എന്തെന്നാൽ അവർക്ക് കിട്ടേണ്ട സേവനങ്ങൾ കൃത്യമായി കിട്ടാത്ത നിലയിലേക്ക് KCBയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അരുണ് പറഞ്ഞതുപോലെ ഉദ്യോഗാർത്ഥികൾ കൂട്ടത്തോടെ നമ്മളെ സമീപിക്കുന്ന സ്ഥിതിയുമുണ്ടായി. നമ്മൾ ഒന്നിനു പിറകെ ഒന്നായി വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ പുനഃസംഘടനയുടെ പേരിലുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. 30,321 എന്ന ജീവനക്കാരുടെ എണ്ണത്തിൽ സ്ഥിരപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് KCB വരുമ്പോൾ നിലവിൽ 27,000 ജീവനക്കാർ മാത്രമാണ് KCBയിലുള്ളത്. സ്വാഭാവികമായി വരും ദിവസങ്ങളിൽ ഈ ഒഴിവുകൾ നികത്തപ്പെടും. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലുള്ള കണക്ക് കൂട്ടലുകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ PSCക്ക് വിടാനുള്ള തീരുമാനം തത്വത്തിലായി കഴിഞ്ഞു. ഈ എണ്ണത്തിലാണ് ഇനിയിപ്പോൾ ഒരു സംശയമുള്ളത്. 200-ലേറെ വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, 200-ലേറെ വരുന്ന സബ് എഞ്ചിനീയർമാർ, 250 ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന കാഷ്യർമാർ, ഇങ്ങനെ 652 ഒഴിവുകളാണിപ്പോൾ തത്വത്തിൽ ധാരണയായിരിക്കുന്നത്. അതിൽ ഒരു അന്തിമ തീരുമാനമാവുന്നതോടുകൂടി വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കഴിഞ്ഞ 3 വർഷത്തിലേറെയായി ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് നിയമന നിരോധനം എന്ന വലിയ വാർത്തയായി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ ഈ തീരുമാനത്തിലേക്ക് KCB വരുന്നത്. അരുൺ, താങ്ക് യു TV പ്രസാദ്. TV പ്രസാദും റിപ്പോർട്ടർ TVയും നിരന്തരമായി നടത്തിയ തുടർ റിപ്പോർട്ടിങ്ങുകളാണ് ഇപ്പോൾ KCBയുടെ നിയമന നിരോധനം നീങ്ങാനുള്ള വഴിയൊരുക്കിയതും.